പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 1 യോഹന്നാൻ 1 അധ്യായം അതിൻ്റെ 4 വാക്യം, നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഹല്ലേലൂയ. ഇതാ യോഹന്നാൻ നമുക്ക് എഴുതുന്ന ഏറ്റവും വലിയ ദൈവിക സന്തോഷത്തിൻ്റെ മർമ്മം അതാ നാം ചിന്തിക്കുന്നത്. താൻ അനുഭവിക്കുന്ന ദൈവിക സന്തോഷം, അതിൻ്റെ പുറകിലത്തെ കാരണങ്ങളാണ് നമ്മെ എഴുതി അറിയിക്കുന്നത്. ഒന്ന്, ഹല്ലേലൂയ, ആദ്യം മുതൽ കേട്ടതും കണ്ടതും ഹല്ലേലൂയ അനുഭവിച്ചറിഞ്ഞതുമായ ദൈവത്തിൻ്റെ ആ വലിയ സാന്നിധ്യം, ദൈവത്തിൻ്റെ പ്രത്യക്ഷത, ഹല്ലേലൂയ തനിക്ക് സാക്ഷീകരിക്കാനുള്ളത് താൻ അനുഭവിച്ച കാര്യങ്ങളത്രേ. ഇത് പറയുമ്പോൾ തന്നെ ആ സുവിശേഷത്തിൻ്റെ ആ മർമ്മം മറ്റുള്ളവരോട് പറയുമ്പോൾ തന്നെ തനിക്ക് സന്തോഷമാണ്. പ്രിയരെ, ഇന്ന് പകൽക്കാലവും യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആ സന്തോഷം ഉണ്ടാകും. നാം കണ്ടത്, നാം കേട്ടത്, നാം കണ്ടതും കേട്ടതും മാത്രമല്ല, നാം രുചിച്ചറിഞ്ഞത്, നാം അനുഭവിച്ചറിഞ്ഞത്, നമ്മുടെ കൈകൊണ്ട് തൊട്ടതായ ജീവൻ്റെ വചനം, ഈ വചനമാണ് നമ്മുടെ ഭവനത്തിൽ സന്തോഷം തരുന്നത്. ദൈവത്തിൻ്റെ വചനം സന്തോഷത്തിൻ്റെ കാരണമത്രേ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ ഇപ്രകാരം എഴുതിയിരിക്കുന്നത്, എനിക്ക് ഈ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് വലിയ കൊള്ള കിട്ടിയ സന്തോഷമാണ്. വലിയ കൊള്ള കിട്ടിയതുപോലെ വലിയ സമ്പാദ്യം ലഭിക്കുന്നതിനെക്കാട്ടിലും സന്തോഷമാണ് കർത്താവിൻ്റെ വചനത്തിനകത്ത്. ഈ രാവിലെ സമയത്തും വചനത്തിനു വേണ്ടി സമയം വേർതിരിക്കുന്ന, വചനം കേൾക്കുവാൻ ഹല്ലേലൂയ നിങ്ങളുടെ ഹല്ലേലൂയ അല്പസമയം തരുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലേ, ഇതിനകത്തൊരു സന്തോഷമുണ്ട്. ലോകത്തിൽ ഒരു വസ്തുവിനും തരാൻ പറ്റാത്ത, ലോകത്തിൽ ഒരു മനുഷ്യർക്കും തരാൻ പറ്റാത്ത, ഒരു സ്ഥലത്തു നിന്നും വാങ്ങാൻ പറ്റാത്ത ആ ദൈവത്തിൻ്റെ സന്തോഷം അത്രേ കർത്താവിൻ്റെ വചനത്തിലുള്ളത്. ഇത് 1000 പൊൻവെള്ളി നാണ്യത്തെക്കാട്ടിലും വിലയേറിയതാ. ഈ വചനം തേനിലെക്കാട്ടിലും തേൻ കട്ടയെക്കാട്ടിലും മധുരമുള്ളതാ. ഇത് നമ്മൾ കേട്ടതും കണ്ടതും മാത്രമല്ല, നാം രുചിച്ചറിഞ്ഞതാ, നാം അനുഭവിച്ചതാ. ഹല്ലേലൂയ. ദാവീദ് വീണ്ടും പറയുന്നു, യഹോവ നല്ലവരെന്ന് രുചിച്ചറിവീൻ, അവൻ നല്ലവരാ. ഇന്ന് രാവിലെ സമയത്തും ഹല്ലേലൂയ കർത്താവിൻ്റെ പ്രിയ പൈതലേ, നിങ്ങളുടെ വീട്ടിനകത്ത് ഈ വചനം നിങ്ങൾ ഉറച്ചു വായിക്കണം. ഈ വചനം നിങ്ങളുടെ കാതുകളിൽ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സന്തോഷമാണ്. പലരുടെയും ജീവിത സാക്ഷ്യങ്ങൾ നാം കേട്ടിട്ടുണ്ട്. വചനം വായിച്ച് വിടുതൽ പ്രാപിച്ചത്, വചനം വായിച്ച് ഹല്ലേലൂയ ഫലം പ്രാപിച്ചത്, അങ്ങനെ ഒത്തിരി വേദപുസ്തക ചരിത്രങ്ങൾ, വേദപുസ്തകത്തിനെ ഹല്ലേലൂയ ആസ്പദമായിട്ടുള്ള ജീവിത സാക്ഷ്യങ്ങൾ നാം കേട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ കർത്താവിൻ്റെ വചനം വായിക്കുന്ന, പഠിക്കുന്ന, അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലേ, നിൻ്റെ വീട്ടിനകത്തെ സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയ ഹല്ലേലൂയ കാരണം ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനം ഇല്ലാത്തടത്ത് ഹല്ലേലൂയ ഒരുപക്ഷെ ഹല്ലേലൂയ ദുഃഖവും പ്രയാസവും വരുമ്പോൾ വചനം ആശ്വാസപ്രദമാണ്, വചനം സന്തോഷം തരുന്നതാണ്, വചനം ബലപ്പെടുത്തുന്നതാണ്. ഇത് നിൻ്റെ സർവ്വദേഹത്തിനും സൗഖ്യമാണ്. ഹല്ലേലൂയ ഇത് ജീവനും ചൈതന്യവും ഉണ്ടാക്കുന്നതത്രേ. ഹല്ലേലൂയ ഒന്നാമത്തെ കാരണം സന്തോഷം വരണോ? ഒന്നാമത്തെ കാരണം ദൈവവചനത്തിൽ നിങ്ങൾ ആശ്രയിക്കണം. 2, ഹല്ലേലൂയ യോഹന്നാനായ അപ്പസ്തോലൻ ഇവിടെ വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ നിങ്ങൾക്ക് ഉള്ള ദൈവത്തിൻ്റെ കൂട്ടായ്മയാണ് സന്തോഷത്തിൻ്റെ കാരണം. എന്നിട്ട് താൻ പറയുന്നു, എൻ്റെ കൂട്ടായ്മ കർത്താവിനോടത്രേ, യേശുക്രിസ്തുവിനോടും പിതാവായ ദൈവത്തോടും അത്രേ, വെളിച്ചത്തിൻ്റെ ദൈവത്തോടത്രേ കൂട്ടായ്മ. ഇന്ന് രാവിലെയും നമ്മുടെ കൂട്ടായ്മ ആരോടാ? നമ്മുടെ വീട്ടിൽ ആ ഒരു ദൈവിക ഫെലോഷിപ്പ് ഉണ്ടോ? ആ നല്ല ഫെലോഷിപ്പുള്ള ഭവനങ്ങളിൽ സന്തോഷമുണ്ട്. ഫെലോഷിപ്പ് ആദ്യം വേണ്ടത്, കൂട്ടായ്മ ആദ്യം വേണ്ടത് ദൈവത്തോടത്രേ. ദൈവത്തോട് കൂട്ടായ്മയുള്ളവന് വീട്ടിനകത്തൊരു കൂട്ടായ്മ ഉണ്ടാകും. വീട് ഹല്ലേലൂയ വഴക്കിൻ്റെയും ബഹളത്തിൻ്റെയും പ്രശ്നങ്ങളുടെയും ഒരു സ്ഥലമായി മാറരുത്. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, നിങ്ങൾക്ക് കർത്താവുമായിട്ട് കൂട്ടായ്മയുണ്ടെങ്കിൽ, കർത്താവിൻ്റെ വെളിച്ചത്തിലാണോ നിങ്ങൾ നടക്കുന്നത്, നിങ്ങളുടെ ഭവനത്തിനകത്തൊരു കൂട്ടായ്മ ഉണ്ടാകും. ഒരു ഭവനത്തിനകത്ത് ദൈവിക വ്യവസ്ഥ ഉണ്ടായിത്തീരും. നിങ്ങളുടെ കൂട്ടായ്മ കർത്താവുമായിട്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ കരം പിടിച്ച് നടന്ന ഹാനോക്കിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നു, അവനെ കർത്താവ് എടുത്തുകൊണ്ടുപോയി, പിന്നെ അവനെ കണ്ടില്ല. അവൻ ജീവനുള്ള സമയത്ത് 300 വർഷക്കാലം
കാലത്തോളം കർത്താവിനോട് കൂടെ സഞ്ചരിച്ചു. പ്രിയരെ, ഇന്ന് പകൽക്കാലവും നമ്മുടെ ഭവനത്തിനകത്ത് ഒരു നല്ല കൂട്ടായ്മയെ ദൈവം തരട്ടെ. ഹല്ലേലൂയ. അനേക കുടുംബങ്ങൾക്കകത്ത് ഹല്ലേലൂയ ആശയക്കുഴപ്പങ്ങൾ വന്ന് വഴക്കും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വേണ്ടാത്ത വർത്തമാനവും നടക്കുമ്പോൾ ഒരു ദൈവ പൈതൽ വിളിച്ചു പറയണം, എൻ്റെ വീട്ടിനകത്ത് എനിക്ക് ഉള്ളത് എൻ്റെ കർത്താവുമായിട്ടത്രേ. കർത്താവുമായിട്ട് കൂട്ടായ്മയുണ്ടോ അത് സന്തോഷമുണ്ടാക്കും. മറ്റാർക്കുമില്ലാത്ത സന്തോഷം, മറ്റാർക്കുമില്ലാത്ത ദൈവിക സമാധാനം നിങ്ങളുടെ ഭവനത്തിനകത്തേക്ക് വരും. മൂന്നാമത്തെ കാര്യം പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് പറയുന്നു. യേശുവിൻ്റെ രക്തം നിൻ്റെ സകല പാപത്തെയും പൊക്കി നിന്നെ കർത്താവിൻ്റെ മുമ്പാകെ കൊള്ളാവുന്നവരാക്കും. പ്രിയരെ, ഇതിനെക്കാട്ടിലും വലിയൊരു സന്തോഷമില്ല. ഒരു യോഗ്യതയുമില്ലാത്ത നമ്മെ കൊള്ളാവുന്നവനാക്കിയത് യേശുവിൻ്റെ രക്തമാണ്. യേശുവിൻ്റെ രക്തമാണ് നമുക്ക് വില തന്നത്. ഇത് പറയുമ്പോൾ തന്നെ ഉള്ളിൽ സന്തോഷം നിറയണം. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തമാണ് നമുക്ക് വിരോധമായ സകല കയ്യെഴുത്തുകളെയും മായ്ച്ചു കളഞ്ഞത്. യേശുവിൻ്റെ രക്തമാണ് നമുക്ക് ജയം തന്നത്. യേശുവിൻ്റെ രക്തം ഏത് പാപിയെയും ഏത് ദോഷിയെയും കർത്താവിൻ്റെ മുമ്പാകെ കൊള്ളാവുന്നവനാക്കി നിർത്തുന്നത് യേശുവിൻ്റെ രക്തമാണ്. നിൻ്റെ പാപം എത്ര കടുംചുമപ്പാണെങ്കിലും രക്താംബരം പോലെ ചുമന്നിരുന്നാലും അത് പഞ്ഞി പോലെ വെളുപ്പിച്ചത് യേശുവിൻ്റെ രക്തമാണ്. ഇത് എഴുതുമ്പോൾ തന്നെ അദ്ദേഹം സന്തോഷം കൊണ്ട് നിറയുക. ഇത് വായിക്കുന്ന ഇത് കേൾക്കുന്ന ദൈവ പൈതലിലും അത് സന്തോഷത്തിൻ്റെ കാരണമാണ്. യേശുവിൻ്റെ രക്തം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബലമാണ്. നമ്മുടെ കട്ടളമേൽ കുറുമ്പടിമേൽ അതൊരു മുദ്രയാണ്. ഈ രാവിലെ സമയത്ത് നമ്മുടെ സന്തോഷത്തെ ദൈവം പൂർണ്ണമാകട്ടെ. ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് അത് തന്നെ പറയുന്നു. ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ വീട്ടിൽ സന്തോഷം തരും. ദൈവിക കൂട്ടായ്മ നിങ്ങൾക്ക് സന്തോഷം തരും. യേശുവിൻ്റെ രക്തം നിങ്ങൾക്ക് സന്തോഷം തരും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വീട് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമുള്ള ഒരു ഭവനമായി മാറട്ടെ. നമ്മുടെ കർത്താവ് വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ.